അത്തം നക്ഷത്രക്കാരുടെ വിഷുഫലം. അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ പ്രണയം സാക്ഷാത്കാരത്തിലെത്തിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പ്രണയം വിജയത്തിലെത്തുവാനും വിവാഹത്തിലെത്തുവാനും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനും എല്ലാം സാധിക്കും. നിങ്ങൾ കുടുംബജീവിതത്തിൽ മുൻകാലഘട്ടങ്ങളിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അത്തം നക്ഷത്രത്തിൽപ്പെട്ട ദമ്പതിമാർ, അതായത് ഭാര്യയാകാം ഭർത്താവാകും, ഇവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൽ പിരിഞ്ഞ് താമസിക്കുന്നു, അകന്ന് താമസിക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം പിണക്കത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരം ഒന്ന് നിയന്ത്രിക്കൂ. അതായത് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ കൊണ്ട് മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സംസാരം നിയന്ത്രിച്ച് സ്നേഹത്തോടു കൂടി സംസാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ വളരെ സന്തോഷകരമായി ഈ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിരിയുമെന്ന് കരുതിയിരിക്കുന്ന പല കുടുംബജീവിതങ്ങളും സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലക്ഷ്മി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ദേവിയുടെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു വർഷകാലഘട്ടം കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക തന്നെ ചെയ്യും. കൂടാതെ സാമ്പത്തികപരമായി നിങ്ങൾക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ജോലി സംബന്ധമായിട്ട് ജോലി ഇല്ലാതെ വിഷമിച്ചിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ബിസിനസ്സിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും. വീട് മാറി താമസിക്കുവാനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ പ്രണയ ജീവിതം സക്സസ് ആകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ഈ ഒരു വർഷം നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഗുണപരമായ അനുഭവങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. കാരണം ഇതൊരു ചാരവശാലുള്ള പൊതുഫലമായതിനാൽ നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കി അതിൻ്റെയും കൂടി ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ആ തടസ്സങ്ങളും മാറി ഈ വിഷുഫലത്തിൽ പറഞ്ഞ എല്ലാ ഗുണഫലങ്ങളും ജീവിതത്തിൽ വന്ന് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും. ജാതക സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കൂടാതെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.